റഷ്യ, ജപ്പാൻ, അമേരിക്കൻ തീരങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ. റഷ്യയുടെ കാംചത് മേഖലയിലുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് സുനാമി രൂപപ്പെട്ടത്. ജപ്പാനിലെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപക നാശം. റഷ്യയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അമേരിക്കയുടെ ഹവായ് തീരത്തടിച്ച സുനാമിയിൽ നിലവിൽ നാശനഷ്ടങ്ങളില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുകയാണ്. അജയ്, വലിയ ഭൂകമ്പമാണ് ഉണ്ടായത്. അതിനെ തുടർന്നുണ്ടായ സുനാമി വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. നിലവിൽ ഇനി വരാൻ പോകുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഏതു തരത്തിലാണ്? വലിയ നാശനഷ്ടമല്ലേ ഈ രാജ്യങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തത്? ആര്യ, നിലവിൽ ഈ അമേരിക്ക, റഷ്യ, അതുപോലെ തന്നെ ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ തീരത്താണ് സുനാമി തിരമാലകൾ വീശിയടിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ജപ്പാന്റെ തീരങ്ങൾ തന്നെയാണ്. ജപ്പാന്റെ ഒരു തുറമുഖമായിട്ടുള്ള കുജി പോർട്ട്, അവിടെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ തീരപ്രദേശത്തെ പട്ടണമായിട്ടുള്ള സെവറോ കുറിൽസ്ക് എന്ന് പറയുന്ന സ്ഥലം, ഇവിടെയും കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിൽ ഒരു കിൻഡർ ഗാർഡൻ പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആരും ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ റഷ്യയിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രികളിലെല്ലാം പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ഹവായ് തീരത്താണ് ശക്തമായിട്ടുള്ള സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇവിടെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അത് കാരണം ഇവിടെയുള്ള ടൂറിസ്റ്റുകളെയും അതുപോലെ സ്വദേശികളെയും ിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ ഉയരമുള്ള മേഖലകളിലേക്ക്, കുന്നുകളിലേക്ക്, അതുപോലെ തന്നെ കെട്ടിടങ്ങളിലെ മുകൾ നിലയിലേക്കെല്ലാം മാറാനായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ സുനാമി തിരമാല അടിച്ചെങ്കിലും അമേരിക്കൻ തീരങ്ങളിൽ നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാലിഫോർണിയയുടെ തീരത്തും നിലവിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജപ്പാനിൽ ഇപ്പോൾ 1 മണിക്കൂർ ഇടവിട്ടിട്ട് ഈ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഇടവേളകളിലുള്ള തിരമാലകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.